കേരള കോൺഗ്രസ് ബിയിൽ നിന്നും രാജിവെച്ച് LDFിലെ മൂന്നാം കക്ഷിയായ കേരള കോൺഗ്രസ് എമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് ചെമ്പേരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സഹപ്രവർത്തകരും ജില്ലാ മുൻ ഭാരവാഹികളുമായ PS ജോസഫ്, KK രമേശൻ, ജോസഫ് കോക്കാട്ട്, ഷോണി അറക്കൽ, ജോയ്ച്ചൻ ബേലിക്കകത്ത്, അഡ്വക്കേറ്റ് ബിനോയ് തോമസ്, V ശശിധരൻ, തോമസ് PV, ജോയ്ച്ചൻ മണിമല, കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PV ജോർജ്, യൂത്ത് ഫ്രണ്ട് ജനറൽ സെക്രട്ടറി സായൂജ് പാട്ടത്തിൽ എന്നിവരും രാജിവെച്ച് തന്നോടൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടിയുമായുള്ള ലയന പ്രഖ്യാപനം ചെയർമാനുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ജോസ് ചെമ്പേരി പറഞ്ഞു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസുകളുടെ ഐക്യം അനിവാര്യമാണ്. പ്രത്യേകിച്ച് കൃഷിക്കാരുടെ രക്ഷയ്ക്ക് വേണ്ടി ജന്മം കൊണ്ട് ഒരു പാർട്ടി വളരെ വേഗം ഒന്നാകേണ്ടിയിരിക്കുന്നു. അതിനാദ്യപടിയായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ LDFിൽ നിൽക്കുന്ന 4 ഘടകങ്ങൾക്കൊന്നാകാമല്ലോ. അതിനാദ്യപടിയായി ഞാൻ ഉൾപ്പെടെ എന്നോടൊപ്പമുള്ള ജില്ലാ കമ്മിറ്റി പൂർണ്ണമായിട്ടും കേരള കോൺഗ്രസ് ബിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. തലശ്ശേരി നിയോജക കമ്മിറ്റി ഒറ്റക്കെട്ട്, കണ്ണൂർ നിയോജക കമ്മിറ്റി അവരുടെ ഭാരവാഹികളൊക്കെ പുറത്തുണ്ട് കേട്ടോ. ഇരിക്കൂർ നിയോജക കമ്മിറ്റി, തളിപ്പറമ്പ് നിയോജക കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി പൂർണ്ണമായി നിൽക്കുക. എൻ്റെ അടുത്തിരിക്കുന്നവർ, തൊട്ടടുത്തിരിക്കുന്ന ജോസഫ് കോക്കാട്ട് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. തൊട്ടടുത്ത പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് KK രമേശൻ തലശ്ശേരി. ഇത് ഷോണി അറക്കൽ, ഓഫീസ് ചാർജുള്ള ജില്ലാ സെക്രട്ടറി. തൊട്ടടുത്തിരിക്കുന്നത് മുൻ ഒരു മാസം മുമ്പേ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ട്.